ആദം നബിയാണ്. എന്നാൽ ഈ ലക്ഷോപലക്ഷ പല കോടി ജനങ്ങളെ ഹജ്ജിലേക്ക് വിളിച്ചത്, ലോകത്തുള്ള കോടിക്കണക്കിന് മുസ്ലിമീങ്ങളെ കഅബയിലേക്ക് വിളിച്ചതാരാണ്? അത് സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. വഅദ്ദിം ഫിന്നാസി ഫിൽ ഹജ്ജ് യഅതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ മിൻ കുല്ലി ഫജ്ജിൻ അമീദ്. ഓ മുഅ്മിനീങ്ങളെ, ഹജ്ജ് നമുക്ക് ശരിയായ തൗഹീദ് പഠിപ്പിച്ചു തരികയാണ്. ഹജ്ജ് നമ്മുടെ ഈമാൻ ഉറപ്പിച്ചു തരികയാണ്. ഹജ്ജ് നമ്മുടെ വിശ്വാസത്തിന് അടിവരയിടുകയാണ്. ഹജ്ജ് നമ്മുടെ പാരമ്പര്യത്തിനെ ഉയർത്തിപ്പിടിക്കുകയാണ്. ഹജ്ജ് നമ്മുടെ കർമ്മങ്ങളുടെ സ്വീകാര്യതയെ കുറിച്ച് സംസാരിക്കുകയാണ്. ആലോചിച്ച് നോക്കൂ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമയോട് പറഞ്ഞു കൊടുക്കുകയാണ്, കഅബത്തിന്റെ പണികൾ കഴിഞ്ഞതിനു ശേഷം കഅബത്തിന്റെ മുകളിൽ കയറിക്കൊണ്ട് സൂറത്തുൽ ഹജ്ജിൽ വൃക്ഷമായി പഠിപ്പിക്കുന്നുണ്ട്, ഇബ്രാഹിമേ, ഹാജിമാരെ ഹജ്ജിന് വേണ്ടി നീ വിളിക്കുക. വഅദ്ദിം ഫിന്നാസി ബിൽ ഹജ്ജ് യഅതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ വഅലാ അലൈഹിസ്സലാത്തു വസ്സലാം. അവിടെ ഒരു നിമിഷം സംശയിച്ചിങ്ങനെ നിന്നുപോയി. നോക്കുമ്പോൾ കഅബയുടെ ചുറ്റും കൊടും കാടുകളാണ്. ഈ കൊടും കാടിലേക്ക് നോക്കിയിട്ടാണ് എന്നോട് വിളിക്കാൻ പറയുന്നത്. വർഷങ്ങൾ കഴിഞ്ഞു, 1400 വർഷങ്ങൾ കഴിഞ്ഞില്ലേ? എത്രയോ വർഷം കടന്നുപോയ കാലങ്ങൾ. ഈ മനുഷ്യരെല്ലാം ഹജ്ജിനെത്തിയിട്ടില്ലേ? ഇബ്രാഹിം നബിയുടെ വിളിക്ക് ഉത്തരം ചെയ്തവരാണ്, ഇബ്രാഹിം നബിയുടെ വിളി കേട്ടവരാണ് ഹജ്ജിനെത്തുന്നത്. എവിടെന്നാ വിളിച്ചത്? മക്കയിൽ നിന്നാണ്. ഒരു മൈക്രോ സംവിധാനങ്ങളില്ലാതെ, ഒരു പോഡ്കാസ്റ്റ് സംവിധാനങ്ങളില്ലാതെ, വാട്സ്ആപ്പ് ഇല്ലാതെ, മെസ്സേജ് ഇല്ലാതെ, വിളിച്ചോ ഇബ്രാഹിം, വിളംബരം ചെയ്തോ ഇബ്രാഹിം. കഅബയുടെ മുറ്റത്തേക്ക് എത്തുന്ന പല കോടി മനുഷ്യരും ഇബ്രാഹിം നബിയുടെ വിളി കേട്ടിട്ടാണ് വന്നത്. നമ്മളൊക്കെയും ഇവിടെ ഹജ്ജിന് പോയവരുണ്ട്, നമ്മുടെ വാപ്പമാര് പോയിട്ടുണ്ട്, നമ്മുടെ കുടുംബത്തിൽ നിന്നും പോയിട്ടുണ്ട്, നമ്മുടെ ജമാഅത്തിൽ നിന്നും പോയിട്ടുണ്ട്. ഈ പോയവരെല്ലാവരും ഇബ്രാഹിം നബിയുടെ വിളി കേട്ടിട്ടാണ് അവിടെ എത്തിയത്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക. ആലോചിച്ച് നോക്കൂ മുഅ്മിനീങ്ങളെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാലം കഴിഞ്ഞില്ലേ? അന്ന് ജനിച്ചിട്ടില്ലാത്ത, ജീവിച്ചിട്ടില്ല, വാപ്പയുടെ മുതലില്ലാത്ത, നുത്തുഫയിലില്ലാത്ത, രൂപം കൊള്ളാത്ത എത്ര കോടി മനുഷ്യരാകൂടി സഞ്ചയമാണ് അറഫയുടെ മുറ്റത്തേക്ക് എത്തിയത്, കഅബയുടെ മുറ്റത്തേക്ക് എത്തിയത്. ജനിച്ച ആളുകൾ പോയിട്ട് അന്ന് വാപ്പയുടെ മുതലിൽ പോലുമില്ല, ഉപ്പാപ്പയുടെ മുതലിൽ പോലുമില്ല. അത്രയും തീരുമാനമില്ലാത്ത വർഷങ്ങൾക്ക് മുമ്പുള്ള ആ മനുഷ്യരാണ് ഇന്ന് കഴിഞ്ഞ ദിവസം അറഫയുടെ സഭയിലേക്ക് എത്തിയത്. ആരാണ് അവളെ കേൾപ്പിച്ചു കൊടുത്തത്? അല്ലാഹു റബ്ബുൽ ആലമീനാണ്. വിളിച്ചതാരാണ്? ഒരു മനുഷ്യനാണ്, ഇബ്രാഹിം നബി എന്ന മനുഷ്യനാണ്. എന്നാൽ ആ വിളി കേൾപ്പിച്ചു കൊടുത്തത് അല്ലാഹു സുബ്ഹാനഹു ആണ്. നുതുഫയിൽ പോലും രൂപം കൊള്ളാത്ത മനുഷ്യരിലേക്ക് വരെ ആ വിളി എത്തിച്ചു കൊടുത്തത് അല്ലാഹുവിന്റെ കഴിവാണ്. ആ വിളി എത്തിച്ചു കൊടുക്കാനുള്ള കഴിവ് അല്ലാഹുവിനുണ്ട്. ആ സൃഷ്ടാവായ റബ്ബ് എന്നുമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വിളിക്കുന്നില്ല യാ റസൂലല്ലാഹ്. ഈ പള്ളിയുടെ ഉള്ളിൽ നിന്നും അകലകല മദീന മുനവ്വറയിലേക്ക് നമ്മൾ വിളിക്കുന്നു. മുഅ്മിനീങ്ങളായ മനുഷ്യർ മുഹിബ്ബീങ്ങളെ ഖൽബിൽ വിളിക്കുന്നു യാ റസൂലല്ലാഹ് എന്ന് വിളിക്കുമ്പോൾ ആ വിളി അവിടെ എത്തിച്ചു കൊടുക്കാനുള്ള കഴിവ് ആർക്കുണ്ട്? അല്ലാഹുവിനുണ്ട്. അതുകൊണ്ടല്ലേ മദീനീങ്ങളെ നമ്മൾ വിളിക്കാറുള്ളത്, വഹീദിനെ വിളിക്കാറുള്ളത്. ഈ വിളിയിൽ നമുക്കുള്ളിൽ തൗഹീദുണ്ട്. ബദരീങ്ങളെ നമ്മൾ വിളിക്കാറില്ലേ? മഹാനായ സ്വഹാബിമാരെ നാം വിളിക്കാറില്ലേ? അപ്പോൾ അവരേക്ക് വിളിക്കുമ്പോൾ ആ വിളി ആരാണ് എത്തിച്ചു കൊടുക്കേണ്ടത്? ആ വിളി എത്തിച്ചു കൊടുക്കുന്നത് അവൻ തന്നെയാണ്. ലോകമാസകമുള്ള മുഅ്മിനീങ്ങളുടെ കാതുകളിലേക്ക്, പ്രത്യേകമാക്കിയ മനസ്സുകളിലേക്ക്, അവൻ തീരുമാനിച്ചവരുടെ കാതുകളിലേക്ക് ആ വിളി, ഹജ്ജിന്റെ വിളിയാണ് എത്തിച്ചു കൊടുത്ത റബ്ബ്. ആ റബ്ബിന് എന്ത് കഴിവില്ലാത്തില്ലേ? ആ റബ്ബിന്നും നമ്മുടെ മുമ്പിൽ ബാക്കിയല്ലേ? ആ വിളിയല്ലേ, ആ വിളിയാണ്, നമ്മുടെ വിളിയാണ് മദീനയിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കും. നാം വിളിക്കുന്നത് എവിടെയാണ്? അത് എത്തിക്കേണ്ട കഴിവ് റബ്ബിനില്ലേ മുഅ്മിനീങ്ങളെ? അതല്ലേ ഹജ്ജ് പഠിപ്പിച്ചു തരുന്നത്. മഹാനായ ഒരു പ്രവാചകന്റെ വിളിനാളം മനുഷ്യ പല കോടി ജനങ്ങളുടെ ഉള്ളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ റബ്ബിന് കഴിയുമെങ്കിൽ യാ റസൂലല്ലാഹ് എന്ന വിളിയും യാ ബദരീങ്ങൾ എന്ന വിളിയും നമ്മൾ വിളിക്കാമെങ്കിൽ ആ വിളി റസൂലുള്ളാഹിലേക്ക് എത്തിച്ചു കൊടുക്കാൻ, അത് കേൾപ്പിച്ചു കൊടുക്കാൻ പടച്ച റബ്ബിന് കഴിവുണ്ട്. ആ വിളിക്കുന്ന വിളിയുള്ളിൽ അല്ലാഹു എന്ന ദൈവീകമായ ആ ഒരു കൽപ്പനയോ ചിന്തയോ കൂടാതെയാണ് നാം വിളിക്കുന്നത്. അല്ലാഹ് പറഞ്ഞതുകൊണ്ട് വിളിക്കുകയാണ്.
കഅബയുടെ മുമ്പിലേക്ക് കാണില്ലേ, ഹജ്ജിന്റെ വേളയിൽ കഅബയിലേക്ക് പോകുമ്പോൾ കഅബ കെട്ടിപ്പിടിക്കുന്നു, കഅബയുടെ മുമ്പിൽ കെട്ടിപ്പിടിക്കുന്നു, കഅബയുടെ മുമ്പിൽ കരയുന്നു, കഅബയുടെ മുമ്പിൽ കരങ്ങൾ നീട്ടുന്നു. കഅബ പടച്ചവനാണോ? കഅബ പടച്ചവനായി ആരെയും കാണുന്നുണ്ടോ? ആരും കാണുന്നില്ല. പിന്നെ അവിടെ നടക്കുന്നത് എന്താണ്? ആദരവ് മാത്രമാണ്. കഅബയുടെ മുമ്പിലേക്കല്ലേ നിൽക്കുന്നത്. അവിടെ പോകുന്ന പലപ്പോഴും മുഅ്മിനീങ്ങളും നിൽക്കുന്നത് റൗണ്ടിൽ നിൽക്കുകയാണ്. ഒരാളുടെയും അതേ ഓപ്പോസിറ്റ് കഅബയുടെ മുമ്പിൽ നിന്ന് നിസ്കരിക്കുകയാണ്. കഅബ പടച്ചവനാണോ? അല്ലല്ലോ. അവിടെ നടക്കുന്നത് ബഹുമാനമാണ്, തഅലീമാണ്. കഅബ പടച്ചവനല്ല. കഅബയാണ് അല്ലാഹു ആദ്യം പടച്ച. ഇന്ന അവ്വല ബൈത്തിൻ ഉദിയ ലിന്നാസി ലല്ലദീ ബിമക്കത മുബാറകൻ വഹുദൻ ലിൽആലമീൻ. അല്ലാഹു ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ട ആദ്യത്തെ മസ്ജിദാണ്, പള്ളിയാണ് കഅബ. ലബ്ബൈക ചൊല്ലി കയറി ചെല്ലുന്നവർ, അവിടെ നിസ്കരിക്കാനവരിടം, ദുആ ചെയ്യാനവരിടം, അത് ഏത് ഇടമാണെന്ന് അറിയുമോ മുഅ്മിനീങ്ങളെ? മഹാനായ സയ്യിദനാ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പാദം പതിച്ച മഖാമ ഇബ്രാഹിം ഖുർആൻ പഠിപ്പിക്കുന്നു. വത്തഖദു മിൻ മഖാമ ഇബ്രാഹിം മുസല്ലാ. പരിശുദ്ധമായ ഒരു കാൽപാദത്തിന്റെ ഒരു കല്ലവണയുണ്ട്. എന്റെ മുഅ്മിനീങ്ങളെ, അല്ലാഹ് എന്താ പറഞ്ഞത്? ദുആ ചെയ്തതിനു ശേഷം നിങ്ങൾ വത്തഖദൂ മിൻ മഖാമ ഇബ്രാഹിം മുസല്ലാ. ആ ഹറമിന്റെ ചുറ്റുമത്താഫിൽ എത്രമാത്രം സ്ഥലങ്ങളുണ്ട്, എവിടെയൊക്കെ സ്ഥലങ്ങളുണ്ട്. എന്നാൽ അല്ലാഹ് പറയുന്നു, തവാഫിന് ശേഷം ഇബ്രാഹിമിന്റെ മഖാമിന് ശേഷം ഇബ്രാഹിമിന്റെ പാദം പതിച്ച കല്ലിന്റെ ചുവട്ടിൽ, കല്ലിന്റെ ചാരത്ത് പോയി 2 റക്അത്ത് നമസ്കരിക്കാൻ അല്ലാഹ് പഠിപ്പിക്കുന്നു. 2 റക്അത്ത് അല്ലാഹു നിസ്കരിക്കാൻ പഠിപ്പിക്കുകയാണ്. ആ മഖാം ഇബ്രാഹിമിന്റെ ബാക്കിൽ പോയി 2 റക്അത്ത് നിസ്കരിക്കാത്ത ഒരു മുഅ്മിൻ ഉണ്ടാവോ? ഒരു ഈമാനില്ലാത്ത ഒരു മുഅ്മിൻ ഉണ്ടാവോ? എന്റെ മുമ്പിൽ നിൽക്കുന്നങ്ങളുടെ മുമ്പിൽ ഉണ്ടാവുമോ? ആരുടെ ചാരത്താണ്? അല്ലാഹുവിന്റെ പള്ളിയിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ബാക്കിയാക്കിയ ആ കാൽപാദത്തിന്റെ ചുവട്ടിൽ പോയി നിസ്കരിക്കാനാണ് അല്ലാഹു കൽപ്പിക്കുന്നത്. ആ കല്ലിന്റെ പിന്നിൽ നിന്നുകൊണ്ട് നിസ്കരിക്കാൻ, അവിടെ നിന്നുകൊണ്ട് ദുആ ചെയ്യാൻ പഠിപ്പിക്കുകയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്. അവിടെ നിന്നുകൊണ്ട് നിസ്കരിക്കാനും ദുആ ചെയ്യാനും അല്ലാഹു നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഓ മുഅ്മിനീങ്ങളെ, അത് നമുക്ക് നൽകുന്ന പാഠം വലുതാണ്. മഹാനായ സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാൽപാദം പതിഞ്ഞ കല്ലാണ് അവിടെ ബാക്കിയുള്ളത്. അതിനെ ആരെങ്കിലും ആരാധിക്കുകയാണോ? മറിച്ച് അതിനെ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. അവിടെ ഇരിക്കാൻ, അവിടെ ദുആ ചെയ്യാൻ, അവിടെ നിസ്കരിക്കാൻ അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ആദരവ് കൊണ്ട് ഒരു മനുഷ്യന്റെ വിശ്വാസവും തൗഹീദും തെറ്റിപ്പോകുന്നില്ല. ആദരവ് എന്താണെന്നും ആരാധന എന്താണെന്നും മനസ്സിലാവാത്തതിന്റെ വിവരക്കേട് കൊണ്ടാണ് ഇന്ന് പലരും തെറ്റിപ്പോകുന്നത്. എന്താണ് ആദരിക്കേണ്ടതും എന്താണ് ആദരവെന്നും തിരിച്ചറിയാത്തതിന്റെ കുഴപ്പമാണ് ഇന്ന് ഇസ്ലാം സമുദായത്തിൽ വിഭാഗീയത ഉണ്ടായത്. ഇസ്ലാം സമുദായത്തിൽ ഒരു വിഭാഗം ഇസ്ലാമിൽ നിന്നും മാറി നിന്നുകൊണ്ടുള്ള പ്രവർത്തനം ചെയ്യുന്നത് ആരാധനയും ആദരവും എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ്. എന്നാൽ ഈ വരുന്ന 30 ലക്ഷത്തോളം വരുന്ന ജനവിശ്വാസികൾ മഖാം ഇബ്രാഹിമിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ, അവിടെ പോയി ഇരിക്കുമ്പോൾ, അവിടെ സുജൂദ് ചെയ്യുമ്പോൾ, അവിടെ ദുആ ചെയ്യുമ്പോൾ, അത് ചെയ്യുന്നത് അല്ലാഹു പറഞ്ഞതുകൊണ്ട്. ആ മഖാം ഇബ്രാഹിം എന്ന് പറഞ്ഞ ഇബ്രാഹിം നബി ചവിട്ടി നിന്ന കല്ല് കാൽപാദം, അതിനെ ആരാധിക്കുകയല്ല, അതിനെ ആദരവ് കൊടുക്കുകയാണ്, റെസ്പെക്ട് ചെയ്യുകയാണ്. അതുകൊണ്ട് ആരാധിക്കൽ കൊണ്ട് ഒരിക്കലും ഒരിക്കലും നമ്മുടെ തൗഹീദ് മാറില്ല. അല്ലാഹു ആദരിച്ച അല്ലാഹുവിന്റെ ശആയിറുകളെ ആദരിക്കൽ അത് തഖ്വയുടെ ഭാഗമാണെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു മുഅ്മിനീങ്ങളെ.